വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിംഹു ബൈനന്നാസ്, യഖ്സിംഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചത് വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ അസർ നിസ്കാര ശേഷം ഒരു ലേശ നേരം പ്രദർശിപ്പിക്കും, സുബഹി നിസ്കാര ശേഷവും ലേശം പ്രദർശിപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ആളുകൾ തിങ്ങിക്കൂടും. ആ വലിയ മിനാരുണ്ട്. വലിയ ജാമ്യ മസ്ജിദിന്റെ വലിയ മിനാരുണ്ട്. ആ മിനാരത്തിന്റെ ചോട്ടിന് പ്രത്യേകമായ ബാലു ഷരീഫ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ച റൂം എന്നതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ സുബഹി നിസ്കരിക്കൊണ്ട് പാഞ്ഞു വരും. എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കും. എനിക്കത് ആദ്യകാലത്ത് മനസ്സിലായില്ല. ആദ്യം ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് പോയിട്ട് പിന്നീട് അറിഞ്ഞു അത് മുടിക്ക് വേണ്ടി കൂടുന്ന ആളുകളാണ്. അന്നത് ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനു വേണ്ടി പോയി. ബഹുമാനപ്പെട്ട ഹബീബായ നബിയുടെ മുടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെവിടെയുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്ന് വിതരണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അത് ഒരു ലക്ഷ്യമല്ല, റബ്ബിന് വേണ്ടിയാണ്. റസൂലുള്ളാഹിന്റെ മുടിയുള്ള വെള്ളം റസൂലുള്ള കൊണ്ടുവന്ന ഖുർആന് വേണ്ടി ചെലവാക്കാനാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.